സോ ഗൈസ്, അപ്പം എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ. എന്താ പറയാ, സത്യം പറഞ്ഞാൽ 5 വർഷം ആയി. നമ്മള് 5 years ഓഫ് ടിവിയെ നമുക്ക് അത്രയ്ക്ക് വലിയ ഗ്രാൻഡ് ആക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മള് ഇന്ന് നമ്മൾക്ക് ഒരു ഗ്രാൻഡ് പരിപാടിയായിട്ട് നടത്താം. ഇതൊരു തൊല്ലകളാ. നമുക്ക് ബാബുവിന് ഹോസ്റ്റേയും കൊടുത്താലേ? അപ്പൊ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് നമ്മൾ ഈ ഒരു ഗ്യാങ് അതേപോലെ ആ ഒരു ലെഗസിയില് കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് പറയാം, ഇപ്പൊ ഞങ്ങൾ വളരെ ചുരുക്കം പേര് മാത്രമായിട്ട് തുടങ്ങിയ ഒരു ഗ്യാങ് ഈ 2026-ലും നമ്പർ 1 ആയിട്ട് ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് ഭയങ്കര, ആസ് എ ലീഡർ ഞാൻ ഭയങ്കര പ്രൗഡാണ്. അതിൽ നിങ്ങൾ ഈച്ച് ആൻഡ് എവരി മെമ്പേഴ്സിന് എല്ലാവർക്കും കോൺട്രിബ്യൂഷൻ ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ TV ഫാമിലിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു 13-14 മെമ്പേഴ്സ് ഉണ്ട്. സരക്ക്, രായൻ, അങ്ങനെ കുറെ എടുത്തു പറയാൻ കുറെ പേരുണ്ട്. ഒരു 10-14 പേരുണ്ട്. അവർക്കും TV-യിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. നമ്മളിവിടെ വരെ എത്തിച്ചതിലും നമ്മളിവിടെ വരെ കൊണ്ടുവന്നതിലും എല്ലാം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അവർക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ താങ്ക് യു പറയാണ്. എന്താ പറയാ, 5 വർഷം ഒരു ലീഡർ എന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചാൽ ഈ ഗ്യാങ്ങിന് ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നമ്മൾ ഓവർകം ചെയ്ത് ഇപ്പൊ ഈ ഒരു സമയത്താണെങ്കിൽ എക്സ്ലാൻഡിസി പോലും നമ്മൾ വളരെ, അതായത് ലാസ്റ്റ് കളിച്ച ഒരു മാസം നമ്മൾ തോറ്റിട്ടില്ല. അത് ഒരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് നിങ്ങൾ പുതിയതായിട്ട് വന്ന ആൾക്കാരായാലും പഴയ ഉണ്ടായിരുന്ന ആൾക്കാരായാലും പെട്ടെന്ന് ആ വന്നപ്പോൾ ഉണ്ടാക്കിയെടുത്ത സിനർജിയും അതെല്ലാം ഭയങ്കര അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ എന്താ, എല്ലാവർക്കും ഗൈസ് താങ്ക് യു സോ മച്ച്. ഇത്രയും നാളെ നമ്മുടെ കൂടെ നിന്നതിനും ഇവിടെ ഇങ്ങനെ ഒരു ഫാമിലിയെ പോലെ നിൽക്കുന്നതിനെല്ലാം ഒരുപാട് താങ്ക് യു. അപ്പൊ ഞാൻ കോ-ലീഡർ ചന്ദ്രനെ വിളിക്കാം. ചന്ദ്ര 2 വാക്ക് സംസാരിക്കണം. അപ്പൊ ഈ സൈറൻ സൗണ്ട് നോക്കി എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പൊ സൈറണോ? ഒരു സൈറൻ സൗണ്ട് കേട്ടോണ്ടിരിക്കണ്. ഇവൻ തിരിച്ച് കോഴിയിട്ടായോ ഇന്നൊരു പരിപാടിക്ക്? ചന്ദ്രൻ നീ എന്തെങ്കിലും പറയുന്നുണ്ടോ? ആസ് യൂഷ്വൽ വായിൽ പഴം വെച്ചോണ്ടിരിക്കുന്ന രണ്ടിലും പറ. ചന്ദ്ര ഹലോ ഹലോ, എടാ റേഡിയോയിലാണെങ്കിൽ എല്ലാരും കേക്കാവോ ഞാൻ പറയുന്നേ? Guys, today our gang complete 5 amazing years. Wow. It still feels crazy to think how we have been logged together. 5 years of roleplay fights, laughter, late night wins, losses, and thousands of memories that only we understand. We started from nothing, and today we stand as a strong family. I want to give a special thanks to our Annan, Vasu Annan. He is the pillar of this gang. The one who stood strong in every situation, guided us, supported us, and never gave up on this family. I have also been there from the beginning, and I am proud of that. I could be a part of building this journey with all of you. Scroll on a little bit. Thank you. താങ്ക് യു ChatGPT. Thank you ChatGPT. Thank you so much. Thank you. Thank you, family. അടുത്തതായി പറയണം. Guys, സംഗതി മനസ്സിലായില്ല. UKS ഒക്കെ വേണ്ടി IELTS ഒക്കെ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരു ഫാമിലി ആയിട്ട് നമ്മള്, സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളുടെ അടുത്ത്. ഇന്ന് അതായത് ഈ 2026-ലും ഈ ഒരു ഗ്യാങ് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇവിടെ നിൽക്കുന്നതിന് എക്സ്പെഷ്യലി വാസുവിന്റെ ഒരു വലിയൊരു എന്താ പറയുന്നതിന് വാസുവിന് വലിയൊരു പങ്കുണ്ടല്ലോ. കാരണം നമ്മള് ഒരു ഡൗൺ ടൈമില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനടക്കം വാസുവിന്റെ അടുത്ത് പറഞ്ഞു, അണ്ണാ ഇത് ഇനി മുന്നോട്ട് എങ്ങനെ, അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യണം, എനിക്ക് അറിഞ്ഞൂടാ, ഇത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഫീൽ ചെയ്യണേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും
വാസോണ്ട് എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. എടാ ഇത് നമുക്കിത് ചെയ്യാം, നമുക്കിത് എങ്ങനെയാന്നോ എന്ത് ചെയ്യണോന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷെ നമുക്കിത് നമുക്ക് പറ്റുന്ന വരെ ഇത് കൊണ്ടുപോകാന്ന് അന്ന് വാസോണ്ട് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഞാൻ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അത്. ആൻഡ് അത് നമ്മളെ ഈ ഒരു എന്താ പറയാ ഇത്രയും വീണ്ടും അവിടെ നമ്മൾ കംബാക്ക് ആയിട്ട് വന്ന് നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും പോകുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ പഴയെന്നും അല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ പാർട്ട് ഓഫ് നമ്മുടെ ഫാമിലിയിലുള്ള കുറെ പേര് ഇപ്പൊ ഇവിടെ ഇല്ല. സ്റ്റിൽ നമ്മുടെ ഗാങ്ങിന്റെ പില്ലേഴ്സ് തന്നെയായിരുന്നു എല്ലാരും. ആൻഡ് അവരുടെ അടുത്തും ഈ ഒരു 5 years ഓഫ് ടിവിയില് ഈ ഒരു സമയത്ത് എനിക്ക് താങ്ക്സ് പറയണം. ആൻഡ് താങ്ക് യു ഗൈസ്. നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഇതില്ല. ആൻഡ് അത്ര എനിക്ക് പറയുള്ളൂ. ആൻഡ് ഇപ്പൊ ഇവിടെ ഉള്ള എല്ലായിടത്തും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തരുന്ന ഈ റെസ്പെക്റ്റിനും ഈ ഒരു ഇതിനൊക്കെ ഭയങ്കര സന്തോഷമാണ്. ശരിക്കും പറയാനുള്ള എനിക്ക് ഞാൻ അന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ഒരു സൗണ്ട് വീണ്ടും കേട്ടോണ്ടിരിക്കണം. ഒന്ന് അവരുടെ അടുത്ത് ഒന്ന് പറയോ, അതെന്തോന്ന് മാറ്റാ ആംബുലൻസിന്റെ എന്തോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. അപ്പൊ ബൈ ബൈ. താങ്ക് യു സോ മച്ച് അളിയ, താങ്ക് യു. ബാബു 2 വാക്ക് സംസാരിക്കണം. ലാഗ് നീക്ക് നാളെ വല്ല കട്ടിലും കേൾക്കുന്നുണ്ടല്ലോ? അപ്പോ മാന്യമക എന്റെ സഹോദരന്മാരെ, ടിവിയുടെ 5ാം വാർഷികത്തിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാരും ഒരു 10 സെക്കൻഡ് നമ്മുടെ മരിച്ചുപോയ പിറ്റൽജിക്കും ആ തെണ്ടി പൂച്ചയ്ക്കും വേണ്ടിയിട്ട് മൗനമായി പ്രാർത്ഥിക്കാം. 10 സെക്കൻഡ് വരൂ. 1 2 3 4 10. ഓക്കെ, അപ്പോ ഇത് കല്ലറയ്ക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്ന CNB മാർബിൾസ് ആണ്. മാർബിൾസിന് ഒരുപാട് നന്ദി. CNB മാർബിൾസിന്റെ നമ്മുടെ ചന്ദ്രന്റെയും ബാബുവിന്റെയും ഭാഗം ഒരുപാട് നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതെ, അപ്പോ മരിച്ചുപോയവർ കഴിഞ്ഞു, ഇനി ജീവിച്ചിരിക്കുന്നവരെ പറ്റി പറയാം. അപ്പോ അങ്ങനെ പറയുമ്പോ നമ്മൾ ഏകദേശം 5 വർഷമാണ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 3ാമത്തെ എന്താ തുമ്മില. ഓക്കെ, അപ്പോ ഏകദേശം എനിക്ക് തോന്നുന്നു എന്റെ മുകളിൽ 3ാമത്തെ വർഷം മുതൽ പറയുന്നുണ്ട് നമ്മളിപ്പോ പൂട്ടും, അടുത്ത വർഷം പൂട്ടും, അതിന്റെ അടുത്ത വർഷം പൂട്ടുന്നു. പക്ഷേ നിങ്ങൾ എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ, അതിലുപരി എന്റെ മുതലാളിയുടെ വലിയ ഹൃദയം ഉള്ളത് കൊണ്ടും നമ്മൾ പൂട്ടില്ല. അത് ഇന്നും പൂട്ടില്ല, അടുത്ത വർഷവും പൂട്ടില്ല, അതിന്റെ അടുത്ത വർഷവും പൂട്ടില്ല. നമ്മളായിരിക്കും പ്രൈം. നമ്മൾ വാട്ട് ഈസ് പ്രൈം? TBA is prime, always prime. അത് മാത്രമല്ല, ഗൺ പവറിന്റെ കേസ് പറയുവാണെങ്കിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പണ്ട് ഹെൽമറ്റ് വെച്ച് നടക്കുന്നവന്മാർക്കിടയിൽ ഹെൽമറ്റ് ഇല്ലാതെ പോയി ഗണ്ണ് കൊണ്ട് കീരിക്കാടൻ 3 പിക്ക് എടുത്ത നാട് മുതൽ നമ്മൾ പ്രൈമാണ്. ഇന്നും ഹെൽമറ്റ് വെക്കാൻ അറിയാമെങ്കിലും ഗണ്ണ് പിടിക്കാൻ അറിയാമെങ്കിലും പൈലറ്റ് കളിക്കുന്നവന്മാർക്കും ഇടയിൽ ഇന്നും നമ്മൾ TBA ഒരു പേടി സ്വപ്നം തന്നെയാണ്. ടർഫ് വിളിക്കാൻ പോലും നമുക്ക് സ്ഥലം കിട്ടുന്നില്ല. എന്തുകൊണ്ട്? TBA ടർഫ് വിളിച്ചാൽ അവർക്ക് കിട്ടും, സ്ഥലം തരില്ല. നമ്മൾ നമുക്കുള്ള സ്ഥലം വെട്ടിയെടുക്കണം, വഴി വെട്ടി ഉണ്ടാക്കണം. ഉണ്ടാക്കിയ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അത് തന്നെയാണ് നമ്മുടെ മുലാലിയും നമ്മുടെ അണ്ണവും നമുക്ക് കാണിച്ചു തന്ന വഴി. അതുകൊണ്ട് എല്ലാ വർഷത്തെയും പോലെ we continue in our bribe. ഓക്കെ, എല്ലാവർക്കും എല്ലാ വർഷത്തെയും പോലെയും പിന്നെ നമ്മുടെ ബ്രൈമിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേർ, അതെനിക്ക് ചന്ദ്രബോസ് പറഞ്ഞപ്പോഴും മുരളി പറഞ്ഞപ്പോഴത്തെ, നമ്മൾ ഒരിക്കലും അവരെ മറക്കാൻ പാടില്ല. അവര് ഒരു സാഹചര്യം വന്നപ്പോൾ ഒരു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പോയി. പക്ഷെ ഇല്ല എന്നല്ല, ഉണ്ട്. എല്ലാവരുടെ മനസ്സിൽ നമ്മളുണ്ട്, നമ്മുടെ മനസ്സിൽ അവരും ഉണ്ട്. എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ പ്രൈമിലാണ്, നമ്മൾ എന്നും പ്രൈമായിരിക്കും. ഒരു 9ന്റെ മക്കൾക്ക് നമ്മുടെ പ്രൈമിന് താഴെക്കാൻ പറ്റില്ല. താങ്ക് യു സോ മച്ച്. ബാബു, താങ്ക് യു. അപ്പൊ അടുത്ത അപ്പാപ്പനെ കൂടെ ഒന്ന് സംസാരിക്കാൻ നമ്മൾ വിളിക്കുകയാണ്. അപ്പാപ്പനൊന്ന് പറ. എന്നാലും ഒരു നമ്മളെ കുറച്ച് വർഷം പുറത്തുനിന്ന് കണ്ടതാണ്, ഇപ്പൊ 1 വർഷമായിട്ട് നമ്മളെ കൂടെ നിന്ന് കാണുന്നു. ആ ഒരു ജേണി അല്ലെങ്കിൽ ആ ഒരു ഇതിനെ പറ്റി അപ്പാപ്പന ഒന്ന് പറഞ്ഞാൽ മതി.
ഓക്കെ ഓക്കെ. ഇല്ല, മൈക്ക് കേൾക്കുന്നില്ല, മൈക്ക് കേൾക്കുന്നില്ല. കരച്ചിൽ വന്നോ? കുഴപ്പമില്ല കുഴപ്പമില്ല. ബാബു കിടിലം പ്രസംഗം ബാബു. ഓ താങ്ക് മുള്ളി. എല്ലാരും പിള്ളേരൊക്കെ തരിച്ചു നിൽക്കുന്ന നോക്കി നോക്കി കണ്ണാപ്പിയൊക്കെ ദേഹത്ത് ഇല്ലാത്ത നമുക്ക് എണീറ്റിരിക്കുന്നത്. അപ്പോ അങ്ങനെ നീണ്ട 5 വർഷം TVA എന്ന് പറയുന്ന ഒരു ഗ്യാങ് ഇവിടെ ബാബു പറഞ്ഞതുപോലെ ഓൾ ടൈം പ്രൈമില് കടന്നു പൊക്കോണ്ടിരിക്കുകയാണ്. ബാബു പറഞ്ഞതുപോലെ ഇനി ഒരു 10 കൊല്ലത്തേക്കും കൂടി നമ്മൾ ഇവിടെ ഉണ്ടാവുമെന്ന് വാസവൻ പറഞ്ഞിട്ടുണ്ട്. അല്ലേ വാസവനെ? ഉറപ്പായിട്ടോ പാപ്പ. അത്രേ ഉള്ളൂ. അപ്പോ ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്കൊന്ന് ഇവിടെ ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും ടിവിനെ പറ്റി. പുറത്തുള്ളത് ഉണ്ടായിരുന്നുണ്ട്, അത് ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്താ പറയാ, അന്നും ഞാൻ വെളിയിൽ ഇവിടെ ഇല്ലായിരുന്ന സമയത്താണെങ്കിലും എന്നും ഒരു എതിരാളി എന്ന് പറയുമായിരുന്നുണ്ടെങ്കിൽ അത് ടി.വി തന്നെയായിരുന്നു. വേറെ ഏത് ഗ്യാങ്ങിനെ അടിച്ചാലും കിട്ടാത്ത സുഖമായിരുന്നു ടി.വി. അല്ല അങ്ങനല്ല. അപ്പൊ ഇല്ല ചോദിച്ചാ ഞാൻ കേട്ടിട്ടുണ്ട്. അറിയാതെ പല ലിങ്കുകൾ ഓപ്പൺ ആകുമ്പോഴേ അങ്ങനെ കേട്ടിട്ടുണ്ട്, തോന്നിയതായിരിക്കും. ഇല്ല ഇപ്പഴും ചോറ് കഴിക്കുമ്പോ എനിക്ക് റെക്കമെൻഡേഷൻ വരാറുണ്ട് ഇതൊക്കെ. ഏതോ വാസവനെ വരുന്നത് ബ്രാവോ ഈഗിളിനെ കൊട്ടയെന്ന് വിളിച്ചപ്പോൾ എന്തല്ലേ നമ്മള് കൊറേ പ്രതിഭാസങ്ങളുണ്ടല്ലേ. ബാലനും കൂടെ വേണമായിരുന്നു. അപ്പോ അങ്ങനെ ഒരുപാട് നല്ല സമയങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്, ഒരുപാട് ദുഃഖ സമയങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദുഃഖത്തിന് ശേഷവും ഒരു സന്തോഷം എന്ന് പറയുന്നത് പോലെ വാസുമോൻ പറഞ്ഞതുപോലെ വീണ്ടും വാസുമോന്റെ പ്രിയപ്പെട്ടവരായിരുന്ന ഒരുപാട് ആൾക്കാര് ഇവിടുന്ന് അവരുടേതായ സാഹചര്യങ്ങൾ കൊണ്ട് പോകേണ്ടി വന്നപ്പോഴും അവിടെ നിന്ന് തോൽക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തിരിച്ച് ഇത് റീബിൽഡ് ചെയ്ത് വീണ്ടും അതേ പ്രൈമിൽ എത്തിച്ച വാസുമോൻ അടിക്കണ ഒരു കൈ. അപ്പോ നമുക്ക് എന്നും ഇങ്ങനെ ഒരു ലീഡർ ഉള്ളിടത്തോളം കാലം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും അല്ലേ. അപ്പോ വാക്കുകൾ ചുരുക്കിക്കൊണ്ട് അടുത്ത സർപ്രൈസ് പറയാനായി നമ്മൾ ഇതാ വാസുമോനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഒരു സെക്കൻഡ്. അപ്പൊ മൈക്കിൽ കേക്കാലോ അല്ലേ? മൈക്കിൽ കേക്കോ? ഹലോ ഹലോ ഹലോ. സോ അപ്പൊ ഒരു സർപ്രൈസ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഞാൻ പറയാണ്. അപ്പൊ എന്തായാലും ഹുഡി ഇട്ടതല്ലേ, ഇനിയിപ്പോ ഹുഡി ഊരണ്ട. വെൽക്കം ടു കോ ലീഡർ പൊസിഷൻ അപ്പാപ്പ. ഐ ആം ഒഫീഷ്യലി ഡിക്ലെയറിംഗ് അപ്പാപ്പൻ ആസ് ദ കോ ലീഡർ ഓഫ് TVA. അപ്പൊ ഇനി തൊട്ട് അപ്പാപ്പൻ TVയുടെ കാര്യങ്ങളോട് അപ്പാപ്പൻ നോക്കേണ്ടതാണ്. അപ്പാപ്പ ബാബുന് എന്തായാലും ഉണ്ട്. അത് പറ്റില്ല. അപ്പൊ അപ്പാപ്പന് ആ ഒരു ഉത്തരവാദിത്വം കൂടി ഞാൻ ഏൽപ്പിക്കുവാണ്. ഓക്കെ, അപ്പൊ ഇവരെല്ലാം വിചാരിച്ചിട്ടുണ്ടാവും. എടാ എല്ലാം റെഡിയല്ലേ? അപ്പൊ ഇവരെല്ലാം വിചാരിച്ചിട്ടുണ്ടാവും അപ്പാപ്പനെ കോ ലീഡർ ആക്കിയതായിരുന്നു ഇന്നത്തെ എക്സ്ട്രാ സർപ്രൈസ് എന്ന്. പക്ഷെ അല്ല. അണ്ണാ ഇവനെ നമ്മള് കുറച്ച് ഇവന്റെ അടുത്ത് ആ ഡ്രസ് കൂടിയാ വീട്ടിലുണ്ടേ, അപ്പൊ അതുകൂടി ഒന്ന് ഇട്ടിട്ട് വരാൻ പറയട്ടെ. TVയിൽ എടുക്കാണ് നിന്റെ മോനെയാ? ഓഹോ, ബാക്കിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ അത് അടിക്കും ഞാൻ. സോ അപ്പൊ എന്തായാലും ഇന്ന് കുറെ സർപ്രൈസുകളുണ്ട്. അതുപോലെ അതിന്റെ ഇടയ്ക്കൂടെ ഞാനൊരു ചെറിയ ബോംബ് കൂടെ പൊട്ടിക്കുകയാണ്. We are welcoming Bellary Abel to TVA as TVA Abel. Welcome to TVA Abel മോനെ. കേറി വാടാ. കൊന്നെറിയും കേട്ടോ ഇവിടെ വന്നിപ്പോ. സെറ്റ് ഹൈനയില് വന്ന ലാസ്റ്റ് റിക്രൂട്ട് ആയിരിക്കും ഏബല്, നമ്മുടെ ഹൈനയിലെ അവസാനത്തെ റിക്രൂട്ട്. വെൽക്കം മോനെ. ഹലോ ആദ്യം അണ്ണാന്ന് വിളിച്ചവനാണ്. വെൽക്കം ടു TVടാ. താങ്ക് യു. രണ്ടു വാക്ക് സംസാരിച്ചിട്ട് പോണം.
സംസാരിച്ചോ. പറഞ്ഞിട്ട് പോണല്ലേ. അതാ ഇങ്ങനെ ഒരു ചാൻസ് തന്നതിന് താങ്ക് യു. എനിക്ക് അന്തേരി റെഡി ഇത് മൈക്കില് മൈക്കില് വന്നിട്ട് ജസ്റ്റ് നോർമലി സംസാരിച്ചേ. ഹലോ കേൾക്കാം. ഇല്ല മൈക്കില് വന്നിട്ടാടാ നോർമലി ബാക്ക്ഗ്രൗണ്ട് ഓടിയിട്ട് തിരിച്ച് മൈക്കിനെടുക്കാം. വല്ല പ്രശ്നവും വന്നു കഴിഞ്ഞാൽ ഉള്ള മൈക്കിന്റെ സൗണ്ട് കേൾക്കണം വേണ്ടിയൊക്കെ വരത്തില്ല, വെളി വരത്തില്ല. ഹലോ കേൾക്കാം. കേക്കാം. അല്ല താങ്ക് യു, ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക് യു. എനിക്ക് താങ്ക്സ് പറയാനായിട്ടെന്ന് പറഞ്ഞാൽ അന്തേരിയിലുള്ളവരോട്, ബെല്ലാരിയുള്ളവരോട്, ഡയവേഴ്സ് ഉള്ളവരോട് എല്ലാവരോടും പറയാനുണ്ട് താങ്ക് യു. താങ്ക് യു ഒരു ചാൻസ് തന്നതിന്. നമ്മളിടത്തില്ലേ ചന്ദ്ര പറയാൻ? നമ്മുടെ അടുത്ത് താങ്ക്സ് ഒന്നുമില്ലേ? നമ്മള് ഉണ്ട് ഓക്കെ അങ്ങനെ വേറെ പരിപാടി ഉണ്ടായിപ്പോ ഇല്ലെങ്കിൽ നിർത്തി റാഗ് ചെയ്യാൻ. അതെ സമയമുണ്ട്. ഏബലിന്റെ ഗെയിം പ്ലേ അറിയാത്തവർ ജസ്റ്റ് ബെല്ലാരി ഏബൽ ഒന്ന് അടിച്ചു നോക്കിയാ മതിയേ. അതിൽ കൂടുതൽ ഇവനെ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. പിന്നെ ബോസ് അണ്ണൻ താങ്ക് യു സോ മച്ച്. എന്നെ പറ്റി പിന്നെ മന്ദാരം ഉണ്ട്. പിന്നെ പുല എന്നെ പറ്റി ബാബു ഞാൻ ആരെന്നറിയില്ല. ബാബു ബാബുശേനുണ്ട്, ഓസ്റ്റോണ്ടുണ്ട്, എല്ലാരോടും സന്തോഷം. സ്നേഹം പറയട്ടെ, സ്നേഹം മാത്രം. പരക്കട്ടെ. അത്രേ ഉള്ളു. അപ്പൊ വെൽക്കം. അപ്പൊ പിള്ളേരോടെ നീ ജോയിൻ ചെയ്തോ ഗൈസ്. അപ്പൊ ഫൈനലി ദ മോസ്റ്റ് എവൈറ്റഡ് ഡേ. നമ്മുടെ കുറച്ച് നാളായിട്ട് നമ്മുടെ ഗ്യാങ് വണ്ടി, അതുപോലെ തന്നെ ഗ്യാങ് ഡ്രസ്, ബാഡ്ജ് ഒഫീഷ്യലി നമ്മുടെ വില്ലുമോൻ ഓൾറെഡി റിവീൽ ചെയ്തായിരുന്നു. താങ്ക് യു സോ മച്ച് വില്ലുമോൻ. എല്ലാവരും വില്ലുമോൻ ഒരു കൈഡി കൊടുക്കണം. വില്ലുമോന് തത്സമയം തുടങ്ങി 2 മിനിറ്റ് ആയപ്പം ഓൾറെഡി അങ്ങ് റിവീൽ ചെയ്ത്. സോ അപ്പൊ നമ്മുടെ ലെഫ്റ്റിൽ കാണുന്നതാണ് നമ്മുടെ പുതിയ ബാഡ്ജ്. അപ്പൊ ഇനി നമ്മുടെ ഗ്യാങ് ഡ്രസ്, ഗ്യാങ് വണ്ടി ഇതുണ്ട്. എടാ അപ്പുക്കുട്ടൻ വന്നില്ലടാ. നമ്മുടെ അപ്പുക്കുട്ടൻ എന്ത് ആണല്ലേ. അപ്പൊ നിങ്ങൾക്കായിട്ട് ഒരു ദൃശ്യ വിസ്മയം അപ്പുക്കുട്ടൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് എനിക്ക് ഉറപ്പാണ്. അതൊരൊന്നൊന്നര സാധനമാണ്. അപ്പൊ നിങ്ങൾ അതെല്ലാം കാണാം. അപ്പൊ നമുക്ക് അധികം ഇനി കുറച്ച് ഓൾറെഡി നമ്മൾ ഡിലേ ആയി. നമ്മൾ അധികം കുറച്ച് ഡിലേ ആക്കുന്നില്ല. നമുക്ക് നേരെ നമ്മുടെ ഗ്യാങ് വണ്ടി പരിപാടിയിലേക്ക് കടക്കാം. അപ്പൊ ഇവിടെ നിന്നൊരു കുറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ട്. അപ്പൊ എങ്ങനെയാ പോണം നമ്മള്? നമുക്ക് അതിനെ തന്നെ പോവാ. ഓക്കെ. പരിപാടി ഉണ്ടോ ഇവിടെ? ഒരു 5 ഇയേഴ്സിന്റെ ഒരു ചെറിയൊരു ഡാൻസ് പരിപാടി ഉണ്ട്. ആ ഡാൻസ് പരിപാടിയുടെ കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. സ്റ്റേജ് അവർക്ക് വിട്ടു കൊടുക്കാം. വാ. നമ്മൾ അവർക്ക് സൈഡിൽ നിന്ന് ഡാൻസിന് സ്റ്റെപ്പ് അതിന്റെ ആവശ്യമില്ല. താഴോട്ടിറങ്ങിയാ മതി. ചന്ദ്രൻ സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കണ്ടേ? നീ എന്റെ മുന്നിൽ വേടാ. ഗേൾസില്ലേ? ഡ്രസ്സാ നിന്റെ നെഞ്ചത്ത് നിന്റെ അച്ഛന്റെ ഫോട്ടോ ഉള്ള ഡ്രസ് ഇട്ടാ മതി. ഡിലേ ആക്കല്ലേ. പടപട ചെയ്യണേ. നിങ്ങളാണ് ഡാൻസ് കളിക്കുന്നേ? ഓക്കെ. വേഗം സ്റ്റേജ് കയറിക്കോ. പടപട കയറിക്കോ. ആ മോഹിനിയാട്ടത്തിന് വന്ന പിള്ളേരെന്തേ? മോഹിനിയാട്ടി അവരെവിടാ പെണ്ണുങ്ങള്? ചന്ദ്രനെ നോക്ക അവിടെ ഉണ്ടാവും. അപ്പാക്കൊരു അപ്പൻ ഉണ്ടാക്കിയിട്ട് നിന്നെ ഞാൻ നിനക്ക് അപ്പനുണ്ടെന്ന് ഞാൻ പറയാം. സൂര്യ ഇവന്റെ എല്ലാം മോൻ പുള്ളി. ഇവൻ പറയുന്നതല്ലേ അവനും കേട്ട് പറയുള്ളൂ. ശരിയാ. ഈ കാര്യത്തിൽ പറയാൻ പറ്റില്ല. എനിക്ക് കിട്ടും കേട്ടോ. ഡ്യൂപ്ലിക്കേറ്റ് നിന്റെ അടുത്ത് ഒരിക്കലും തന്തയില്ലാത്തവനെ വിളിക്കില്ല. തന്തയ്ക്ക് തന്തയില്ലാത്തവനെ നിന്നെ വിളിക്കുള്ളൂ. മനസ്സിലായോ? ചീത്ത വിളിക്കുമ്പോ ഒരാളെ വിളിക്കുമ്പോ തന്തയ്ക്ക് തന്തയില്ലാത്ത സൂര്യ എന്നെ വിളിക്കുള്ളൂ. അതുകൊണ്ട് നീ സേഫാണ് എന്നും. തന്തയ്ക്ക് തന്തയില്ലാത്ത സൂര്യ നിന്നെ 2 വാക്ക് പറയാൻ വേണ്ടിട്ട് നമ്മൾ വിളിച്ചായിരുന്നു. നീ എവിടെ ആയിരുന്നു?
വിളിച്ചില്ലല്ലോ, ഞാൻ ഉണ്ടായിരുന്നല്ലോ. Guys, ഈ ഒരു പരിപാടി സെറ്റ് ചെയ്യാൻ ബ്ലാക്ക് മാഫിയയിലെ പിള്ളേരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ അപ്പൊ എടാ ഇത് ആദ്യം നമ്മുടെ ബ്ലാക്ക് മാഫിയയിലെ പിള്ളേരുടെ ഒരു ഡാൻസ് ആണ്. നമ്മളെ പിള്ളേരുടെ ഡാൻസ് ആണ്. കട്ടൊക്കെ ഞാൻ പഠിപ്പിച്ചാണ്. നോക്കിക്കോണേ. എടാ മന്ദാരം, വെള്ളം കുടിക്കണേ ചാവല്ലേ. റിമോട്ടിന്റെ പേരെന്താ വില്ലുമോനെ? ക്രോസ് ആൻസ് കണ്ടാ മതി അവലെ, ഇങ്ങനെയാണ് എല്ലാരും പറയണ അല്ലേടാ താവേ. ഗണേശ ശരണം ശരണം ഗണേശ, ഗണേശ ശരണം ശരണം ഗണേശ, ഗണേശ ശരണം ശരണം ഗണേശ, ഏകദന്തനെ ലംബോദരനെ വിശ്വവാഹന ഗണേശ ശരണം, ഗണേശ ശരണം ഗണേശ ശരണം ശരണം ഗണേശ. പാടി പണ്ടപ്പോഴുള്ളതാണെന്ന് തോന്നുന്നു. പണ്ടത്തെ വേണു ഗോപാല രാജിത സദ്ഗുണ ജയശീല. വേണു ഗോപാല രാജിത സദ്ഗുണ ജയശീല. വേണു ഗോപാല രാജിത അമ്പാടി കുയിലല്ലേ പൊന്നോട കുഴലല്ലേ നറുവെണ്ണ കുടമല്ലേ നീ കണ്ണ. അമ്പാടി കുയിലല്ലേ പൊന്നോട കുഴലല്ലേ നറുവെണ്ണ കുടമല്ലേ നീ കണ്ണ.
മഞ്ഞു കിനിഞ്ഞുരാരവേണു ഗോപാല രാജിത സദ്ഗുണ ജയ ശ്രീരാരവേണു ഗോപാല രാജിത സദ്ഗുണ ജയ അമ്പാടി കുയിലല്ലേ പൊന്നോട കുഴലല്ലേ നറുവെണ്ണ കുടമല്ലേ നീ കണ്ണ അമ്പാടി കുയിലല്ലേ പൊന്നോട കുഴലല്ലേ നറുവെണ്ണ കുടമല്ലേ നീ കോച്ച് വച്ച് കേട്ടാ കോച്ച് വച്ച് കേട്ടാ കണ്ണാബി தாங்க மாட்டேன் 4 மாசம் தூங்க மாட்டேன் மோதி பாரு வீட்டு போய் சேர மாட்டேன் நான் அடிச்சா தாங்க மாட்டேன் 4 மாசம் தூங்க மாட்டேன் மோதி பாரு வீட்டு போய் சேர மாட்டேன் நான் புடிச்சா புடும்பு புடி நான் சிரிச்சா வானவடி நான் பாடும் பாட்டுக்கு தோல் பறை நீ நான் அடிச்சா தாங்க மாட்டேன் 4 மாசம் தூங்க மாட்டேன் மோதி பாரு வீட்டு போய் சேர மாட்டேன் வழி வழி வாழ விடு வாழும் போதே வானை தொடி வம்பு பண்ண வாழையடி வணங்கி நின்னா தோள தொடு வழி வழி வாழ விடு வாழும் போதே வானை தொடு வம்பு பண்ண வாழையடி வணங்கி நின்னா தோள தொடு ഒത്തിരി ഡിലേ ആക്കണ്ട ഇല്ലാണ്ട ഒരു പാട്ട് ഒരു ഇതിന്റെ ഒരു ഡാൻസ് അതെന്തായാലും കട്ട് ചെയ്യണ്ട കളിക്കണ്ട എഴുത്തിന്റെ ഡാൻസ് വിജയേന്ദ്രയുടെ പാട്ടല്ലേ அனுபவிச்ச மிச்சம்தான் ஆண்டவனுக்கு படைக்கணும் ஆலமர பள்ளிக்கூடம் ஆக்ஸ்போர்டா மாறன நீ தாய்மொழியில் கல்வி கற்று தமிழ்நாட்டை உயர்த்தணும் வாய் மூடி வாழாதே வீண் பேச்சு பேசாதே கால கடந்து போச்சுன்னு கவலைப்பட்டு எங்காதே கனவு ஜெயிக்க வேணும்னா கண்ணை மூடி தூங்காதே குத்துங்கடா குத்து எங்கூட சேர்ந்து குத்தே அடிச்சா தாங்க மாட்டேன் 4 மாசம் தூங்க மாட்டேன் மோதி பாரு வீடு போய் சேர மாட்டேன் நான் அடிச்சா தாங்க மாட்டேன் 4 மாசம் தூங்க மாட்டேன் மோதி பாரு வீடு போய் சேர மாட்டேன் ഇല്ലറ പ്രശ്നമല്ല ചന്ദ്രൻ എവിടെ ഏതിലല്ലേ ഡാൻസ് കളിക്കണ്ടേ புரட்டி தட்டும் சபதுள்ள வேட்பாளர் முகமடா காத்திருந்து ஓட்டு போட்டு கருத்து போச்சு நகமடா புள்ள துண்டு இடுப்புல பூனை துண்டு அடுப்புல நம்ம நாட்டு நடப்புல யாரு எதை தடுக்கல தாய் பேச்சை மீறாதே தீயோர் சொல் கேட்காதே ஏதோ நானும் சொல்லிக்கிட்டேன் ஏத்துக்கோ சொன்னதெல்லாம் உண்மை என்ன உண்மை நீங்க மாத்துக்கோ குத்தங்களா പണ്ടത്തെ പോലെ കഷ്ടപ്പാടിന്റെ പുള്ളി ഉണ്ട് പാട്ടൊക്കെ നീട്ടിയിടുവാ അതെ അതെ പണ്ടത്തെ പോലെ കഷ്ടപ്പാടില്ലല്ലോ സത്യം പണ്ട് ഓരോ സ്റ്റെപ്പായിട്ട് സെലക്ട് ചെയ്യണം സത്യം நான் பிடிச்ச உடம்பு Next இந்த பாட்டு. பாடும் பாட்டு
ஒத்தைக்கு தோல் பறங்கி நான் அடிச்சா தூங்க மாட்டேன் 4 மாசம் தூங்க மாட்டேன் மோதி பாரு வீடு போய் சேர ലോറി ഒരു പാടത്തോളം മുള്ളി That was a beautiful, കഴിഞ്ഞ That was a beautiful performance from Black Mafia. Thank you so much, guys. Thank you so much. നൈസ് പെട്ടെന്ന് എല്ലാവരും വരണം. അണ്ണൻ പെമ്പിള്ളേരല്ലേ റഹ്മാന്റെ പാട്ട് Oh, shoot. ഓ അണ്ണന് പെമ്പിള്ളേരെ കാണാം ഇവിടെ മൈക്ക് പോയാ മൈക്ക് പോയില്ലേ മൈക്ക് പോയാ ഒരു മൈക്ക് പാട്ട് പാടാൻ അടുത്തതായി ഒരു ഗാനം ആലപിക്കാൻ വേണ്ടിയിട്ട് ഇവർക്കും പ്രിയങ്കരനായ മൈക്കിൾ ജാക്സൺ എ ആർ റഹ്മാനെ ക്ഷണിച്ചു കൊള്ളുന്നു. ഹായ്ഡാ ഹായ്. നിന്റെ അടുത്ത് എനിക്ക് കുറച്ച് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇനി വന്നടാ. ഇവന്റെ ക്യാരക്ടർ എന്നുള്ള സമയമായി കേട്ടോ. കണ്ടമാന ബൊമ്പിള്ളേർ വിളക്കാനല്ലേ ആള് പിന്നെ കല്യാണം മരണ വീട്ടിൽ വരെ പാടും ഇവനിപ്പം. കല്യാണം, മരണ വീട്, മുതുക്ക് എല്ലായിടത്തും ഇവൻ തന്നെ. ഇപ്പൊ ഇവന്റെ പണ്ട് എന്റെ പാട്ടിനായിരുന്നു ഡിമാൻഡ്, ഇപ്പൊ ഇവനായി കേട്ടോ. അത് ഇവനെ ഈ പരിപാടി കഴിഞ്ഞിട്ട് ഇതോടെ തല്ലിക്കൊല്ലണോ? എപ്പോഴും നല്ല പരിപാടി മാത്രം നടത്തിയ ബോറടിക്കും മുള്ളി. കണ്ണാപ്പിരിയും ബോബോയിലും പാട്ടുണ്ട്, അത് വെക്കേണ്ട ഇടയിലൊന്ന് എന്റർടൈൻമെന്റ്. അത് ഇത് ഇത് ഫുള്ള് നല്ല പരിപാടിയായി പോവേ. ഫുള്ള് നല്ല പരിപാടി, അലമ്പൊന്നും ഇല്ലെന്ന്. ഒരു ചെറിയൊരു അടി കൊണ്ടാണ് ഇത്ര എക്സ്പ്രഷൻ ഉണ്ടാക്കിയത്. തമ്പയുടെ ഗുണം കാണിക്കല്ലേ നീ? തന്റെ ഗുണം കാണിക്കില്ല ഏട്ടാ. നീ എന്റേതാണെന്ന് നീ അറിഞ്ഞു, നീ വിരിഞ്ഞോ, നീ വിരിഞ്ഞോ, ഞാൻ ഓർക്കാതെ മഴക്കാലം എനിക്കായി മയിൽ ചേലുള്ള പെണ്ണെ നിന്നെ തന്നെ മിഴി നോക്കി മനമാകെ കതിരാടുന്ന സ്നേഹവും ഞാനറിഞ്ഞ് പറയാനും വയ്യ പിരിയാനും വയ്യ പല നാളും ഉറങ്ങാൻ കഴിഞ്ഞില്ല മഴയേ തൂമഴയേ വാനം തോന്ന പൂങ്കുളിരേ വാനം തോന്ന പൂങ്കുളിരേ കണ്ടുപോ എൻ്റെ കാതലേ നിറയേ കണ്ണീറയേ പെയ്തിറങ്ങുന്നോരോർമ്മയിലേ പെയ്തിറങ്ങുന്നോരോർമ്മയിലേ പീലി നിർത്തിയ കാതലേ. എന്റെ അമ്മ കിടിലും ഒരു രക്ഷയില്ല. അവതരിപ്പിക്കുന്ന ഒരു ഗാനം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റേജിനെ പുളകിതമാക്കാൻ അടുത്തതായിട്ട് നമ്മുടെ ഏവരുടെയും പിടിക്കപ്പെട്ട നമ്മുടെ ഏവരുടെ സ്വന്തം ഗണ്ണം മോനും ഈ ബോബോയ് കൂട്ടനും കൂടെ അവതരിപ്പിക്കുന്ന ഒരു സാങ് ആണ്. കമൺ ബോബോയ്. ആളെ മനസ്സിലായോ പാട്ട് പാടിയാളെ? മുള്ളിനും മരിപ്പിന് മറ്റേ രാമായണം വായിച്ച പയ്യനാണിത്. അല്ലടാ മോനെ, അന്ന് മുകളിൽ തിരിച്ചു വന്ന് നീ ഒറ്റൊരുത്തം കാരണോ? ഞാൻ നോക്കി വെച്ചിരിക്കാൻ നിന്നെ. ഒരാള് തിരിച്ചു വന്നില്ലേ? തോളില് പട്ടി ജി കാണിക്കുന്നുണ്ട്. ജി മൈക്രോഫോൺ ജി ടു ഒരു പാട്ട് പാടാൻ നിപ്പുണ്ട് സ്റ്റേജില്. പാടുന്നില്ലല്ലോ.
കാണിക്കുന്നുണ്ടോ സ്റ്റേജിനെ പുളകിതമാക്കാൻ തരുണി മരികളായ ഡാൻസ് ഉണ്ട്. അത് ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾ പാടാതെ പോവോ? പാടട്ടെ പാട്ടൊന്നും പൂമ്പാറ്റി കഴിവുള്ള പിന്നെ നമ്മുടെ അത്ര കഴിവുള്ള ആരുമില്ല. എന്താ ഇപ്പൊ കേട്ടത്? കേൾക്കാമോ? കേക്കാം ൂമൽ കൺമണിയിതിലെ വാ കനവിൻ തിരകളിൽ ഒഴുകി വാ കാടിന് നായകനാകുവാൻ ഓമനെ ഉണരു നീ അമ്മപ്പുഴയുടെ പൈതലായി അന്നൊഴുകി കെട്ടിയ കർണനായി കാടിനു മുഴുവൻ സ്വന്തമായി ജീവനെ വളരു നീ കൊടുമെയ്യുവാൻ മുകിലുകൾ അതിൽ മാറിവിൽ ചുവരുകൾ നിനക്കൊരു കുടം കുളിരുമായി പുതുമഴമണി മഴമരമായി ഓഹോ എന്റെ പൊന്നോ കിടിലം ബ്രോ, രക്ഷയില്ല. അടിപൊളി അടിപൊളി അടിപൊളി. താങ്ക് യു സോ മച്ച്. ഒരു പാട്ട് അവതരിപ്പിച്ചപ്പോൾ നന്ദി. അടുത്തതായി സ്റ്റേജിനെ പുളകം കൊള്ളിക്കാൻ തരുണി മണികളായ സ്ത്രീകൾ വന്ന് അടുത്തതായി സ്റ്റേജ് പുളകം കൊള്ളുന്നതിന് മുമ്പ് അടുത്തതായി ഒരു ഗാനം ആലപിക്കാൻ വേണ്ടി ബോബോയ് ദ റോക്ക് സ്റ്റാർ ആൻഡ് കണ്ണാപ്പി ദ റോക്ക് സ്റ്റാർ ക്ഷണിച്ചു കൊള്ളുന്നു. നല്ല കേട്ടില്ലേ? അല്ല ഈ പരിപാടി കഴിഞ്ഞിട്ട് ഇനി പെമ്പിള്ളാര് വന്ന് എന്ത് കാണിച്ചാലും നമുക്ക് നല്ല രസമായിട്ട് തോന്നും. ആരുമില്ല പറയണ്ട. അതാ കൊച്ചി അച്ചിയില്ലാത്തവനെ മര്യാദക്ക് പറ. ഞാൻ ചീഞ്ഞെക്കുന്നുണ്ട് മച്ചു. ഇത് മുരളി ഇന്നലെ നോക്കാണ് കേട്ടാ. കേക്കുന്നില്ലെന്ന് നീ നോർമലി എടാ ഞങ്ങൾക്ക് കേൾക്കാന്ന് ഇവിടെ, നീ പാടിക്കോ. എല്ലാരും സൈലന്റാണ് മക്കളെ, സൈലന്റാണ് എല്ലാരും. മക്കളെ നമ്മളെ കണ്ട് നമ്മുടെ മരണം വരെയും നമ്മളോട് ഒരാളെ ഉള്ളു. അത് നമ്മുടെ ഒരേ ഒരു അണ്ണനാണ്. നമ്മുടെ അണ്ണന് വേണ്ടി ഞാനും ജർമ്മനും ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാട്ട്. നിങ്ങൾ അതിൽ പങ്കാളികളാവുക. ജർമ്മനാര് ജർമ്മൻ കമ്മൻ അച്ഛനെ ഇഷ്ടം കണ്ണില്ല കൊച്ചു കണ്ണില്ല, ഞാൻ കണ്ണില്ല. ഇഷ്ടം അണ്ണനെയാണെനിക്കിഷ്ടം കല്ലെടുക്കും കളിത്തുമ്പിയെ പോലെ ഒരുപാട് നോവുകൾക്കിടയിലും എന്റെ അണ്ണനെയാണ് എനിക്കിഷ്ടം.
തഴുകിയുറക്കമുറക്കുമെന്നിഷ്ടം ഞാനെന്ന് കരയുമ്പോൾ കരയുന്ന അണ്ണനാണിഷ്ടം. നന്ദിയുണ്ട്. അടിച്ചിറക്കുന്നതിനും പറഞ്ഞു അടിച്ചിറക്കുന്നതിനും പറഞ്ഞു. അടുത്തതായി സ്റ്റേജിലെ പുളകം കൊള്ളിക്കാൻ വേണ്ടി ഈ സിറ്റിയിലെ സുന്ദരി തരുണി മണികളായ എല്ലാവരെയും ഞാൻ ഈ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. അപ്പൊ ലെറ്റ്സ് എൻജോയ് ദി ഡാൻസ്. ഈ പാട്ടടക്കം വാസം നടത്തിയിട്ടുണ്ട്. ഇറങ്ങി വരൂ പ്ലീസ്. ഒരു കാര്യം പറയാം. ദൈവമേ ഈ മൈക്കൊന്നും മാറ്റിത്തരുമെന്ന് വിഷം കെട്ടാണ്. പണ്ടെന്റെ ആഗ്രഹമായിരുന്നു ഒരു ഗ്യാങ് ഹൗസ് ഉണ്ടാക്കി ഈ ക്യാമറ ഒക്കെ നടത്തണോ. പക്ഷെ ഈ ജോക്കി ഒരു മുരടനായിട്ട് ഒന്നിനും സമ്മതിക്കാൻ. ഈ ക്യാമറ ഒക്കെ നടത്തുന്ന ജോക്കി അറിഞ്ഞാൽ പ്രശ്നമാകും കേട്ടാ. അയ്യോ അത് ശരി. ഞാനില്ലേ ഞാൻ ഇതിലേ പറഞ്ഞ് പേടിപ്പിക്കണതല്ലേ. പരിപാടി അവസാനം കേറി തുള്ളിക്കൊള്ളണേ നടുക്ക് അവസാനം എന്തോ 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 കേറ്റാ കേറ്റാ നടക്ക് കേറ്റാ നിന്നെ. സൂര്യനായി തഴുകിന്റെ അണ്ടി. പാട്ട് എടാ നീ ഇവിടെ സൈലന്റ് അല്ലാത്ത നീ ഒന്നും മിണ്ടാതിരിക്കാവോ? വെടിവെച്ചിടുവേ ഞാൻ. അമ്പേക്കാ മോശം ഒരു കൊച്ചു കഴിവ്. रंग सावला हुआ बावला लड़के लिए तो गरम मामला बोल के बंद मेरी कहूँ क्या भला कुछ भी कहा नहीं प्यार. But have you ever met? സൗണ്ട് കുറയ്ക്കില്ലെന്ന് പറ.
लोगों का खाया मैंने पान पसंद नहीं आज भी वो लेकिन रात को मत लग मेरे बाल എന്റെ പൊന്നോ കിടിലും ഒരു രക്ഷയില്ല, അടിപൊളി സോങ് സെലക്ഷൻ. അടിപൊളിയുടെ കിടില സോങ് കിടില കോർഡിനേഷൻ അടിപൊളി അടിപൊളി. നല്ല അയ്യോ പാട്ടെല്ലാം സത്യം പറയല്ലേ ഇത്രയും നേരം ഇവിടെ നടന്നത് ഒരു പരിപാടിയേ അല്ല. ഇത്രയും നേരം സ്റ്റേജിലൊക്കെ പാമ്പിടിച്ച ആമ്പിള്ളാർ അവിടെ തലപൊട്ടി വീണിട്ട് ഒരുത്തനും സ്റ്റേജിൽ കേറിയില്ല കേട്ടാ. ഒരുത്തരും 50 പേര് അപ്രീഷിയേറ്റ് ചെയ്ത് നിക്കണുണ്ടോ അവിടെ. അണ്ണ ജർമ്മൻ പോയി അണ്ണ ജർമ്മൻ പോയെന്ന്. അവരൊക്കെ ചാവട്ടെ. ഓക്കെ, അപ്പൊ കുട്ടികളെ താങ്ക് യു സോ മച്ച്. ഇനിയും പരിപാടികൾക്ക് ഉറപ്പായിട്ട് വിളിക്കാം. താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് സമയമില്ല ഗൈസ്. അപ്പൊ നമുക്ക് പുറകില്ല, നമുക്ക് ആരും പോകാൻ നോക്കിയാലോ. നമ്മുടെ ഗ്യാങ് ഡ്രസ് റിവീലിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് വെച്ച് താമസിപ്പിക്കണ്ട. അപ്പൊ നമ്മൾ എങ്ങനെ പോണേ അങ്ങോട്ട്? നമുക്ക് വാസവന ഇത്രയും താമസില്ലേ, നമുക്ക് പതുക്കെ ഹെലിയിൽ പോവാം, അതായിരിക്കും ബെറ്റർ. ആ ഓക്കെ ഹെലിയിൽ പോവാടാ. ഹെലിയിൽ പോവാ. ഹെലി എടുത്തു. എടാ വെറുതെ പോയി ഹെലി അടിച്ച് ചാവല്ലടാ. ആരും അടിയുണ്ടാക്കരുത്, അടിയുണ്ടാക്കരുത് പറയാ. കേട്ടാ ഇനി ഡിലേ ആക്കല്ലേ, മരിച്ചു വീണോ ഡിലേ ആക്കല്ലേ. നമുക്ക് ചെയ്യാനുള്ളതാ. ആ പറടാ. ഇത് കഴിയട്ടെ. പാട്ട്. ഹലോ ബാബുടാ പറഞ്ഞോ. എന്റെ കൂടെ ഒരു 3 പാഴ്സലും ഉണ്ട് തോളത്ത്. ടിവിക്ക് വേണ്ടി ഒരു പാട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അയ്യോ ആണോ? അതെന്നാരും പറയുന്നത് ഇപ്പഴല്ല, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓക്കെ സെറ്റ്. ഇന്ന് പാടാൻ റെഡിയാണോ? ഞാൻ പറയാം ഉറപ്പായിട്ട്. ഓക്കെ സെറ്റ്. എടാ ബാബാ എങ്ങനെ ഇത് ആരാ ഹെലി എടുക്കണേ? ഹലോ ഗേൾസിന്റെ പുറകെ നടക്കാതെ പട്ടികളെ ആ ഗേളിന്റെ പുറകെ ഞാൻ നടക്കാം. ഇറങ്ങാൻ പറയണം. വരുന്ന ഫ്രണ്ടിലോട്ട് വരുന്നു. ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിലോട്ട് വരാൻ പറഞ്ഞു. സൂര്യ ബോസ് റേഡിയോയില് സൂര്യബോസ് ഇറക്കി വിട്ടവനെ. വെളിയിലെന്തോ പഴയ ഇതെന്താ ഫ്രണ്ടില് ബസ്സാ? ഫ്രണ്ടില് ബസ്സുണ്ട്. ഏതില് പോണം? ബസ്സിൽ പോയാൽ ലേറ്റ് ആവൂലേ? കണ്ട് നമ്മുടെ പഴയ കണ്ണാപ്പിയും ബോബോയും കൂടെ ഗേൾസിനും ഗ്യാങ് ഹൗസ് കാണിക്കാൻ പോകുന്നു. മുള്ളി ഇതിനിടയിൽ കൂടെ കണ്ണാപ്പി ബോബോയ് വരണേ. അണ്ണടുത്തോണ്ട് നമ്മളത്
അവർക്ക് ഇങ്ങോട്ട് കാണിച്ചു കൊടുത്തണം നീ എവിടെ ചന്ദ്ര, നീ എവിടെയാ? ഇതെല്ലാം പഴയ വണ്ടിയാണ്. എന്റെ വായ നോക്കിയായി ചന്ദ്ര എവിടെയാ? വാ വാ വാ. ഏതോണ്ടില്ല നമ്മളെല്ലാരും ഈ വണ്ടി ഗ്യാങ് വണ്ടികളിൽ കയറ്. ബാക്കിയുള്ളവരോട് എല്ലാവരും ബസ്സിൽ കയറിക്കോളാൻ പറ. അവരെ ബസ്സിൽ കൊണ്ടുവരും. ഫ്രണ്ട് ബസ് കിടപ്പുണ്ട്. അപ്പാപ്പൻ ബാബു ഏറ്റവും ലാസ്റ്റിലത്തെ വണ്ടി വാ. അപ്പാപ്പനും ബാബു ഏറ്റവും ലാസ്റ്റിലത്തെ വണ്ടി വാ. പറഞ്ഞോ കൂടെ പറ. ഇല്ലല്ല വേണ്ട ഇത് വണ്ടി ലാസ്റ്റ് വണ്ടി ലാസ്റ്റാണ് കേറി കേറി. അപ്പൊ അവർക്ക് എങ്ങനെയും ഒരു വണ്ടി സെറ്റ് ചെയ്ത് കൊടുക്കാം. അവർക്ക് ബസ്സുണ്ട് ഫ്രണ്ട്. ബാക്കി എല്ലാവർക്കും ബസ്സുണ്ട്. ഫ്രണ്ട് ബസ്സുണ്ട്. വാ വാ. അതെ ഗേൾസിന് ആരാ പോണ ഫ്രണ്ടിൽ? ബസ് മന്ദാരാണോ ഫ്രണ്ടിൽ പോണേ? എന്തോ കേട്ടില്ല. തന്നെ വണ്ടി തരാം. ഇല്ലല്ല ഞാൻ എന്താ, ഞങ്ങളുടെ വണ്ടി 4 പേരുണ്ട്. അപ്പാപ്പന് വഴി അറിയോ? അപ്പാപ്പ മന്ദാരത്തെ കേറി നേരെ നോക്കട്ടെ. മറ്റേ നമ്മുടെ ഇതില്ലേ റോക്സ്ഫോർഡിലോട്ട് പോട്ടെ. ഫ്രണ്ടിൽ പോണ വണ്ടി ഫോളോ ചെയ്തോ എല്ലാരും. വാ 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 വാ. ചന്ദ്ര ബസ്സിൽ വെച്ചിട്ട് എന്റെ ഫോട്ടോ കണ്ടടാ. അളിയാ കണ്ടളിയാ തകർന്നേ. ചന്ദ്ര നിന്റെ വായിൽ എവിടെ വെച്ച് ടയർ കയറ്റി വെച്ചേ? എന്റെ വരെ ടയറുകളുണ്ട്, നീ ആ ഫോട്ടോ ഇല്ല. എന്റെ വായിൽ ടയർ കയറ്റിയെങ്കിൽ എന്റെ ഫോട്ടോ ഫോട്ടോയിലും പോലില്ല കേട്ടോ. ഫോട്ടോ കയറി വിഷമിക്കണ്ട. ഫോട്ടോ ഒരാഴ്ച വന്ന് എന്റെ ഫോട്ടോ കയറ്റി കേട്ടാ. ഇടക്കിടക്ക് പറഞ്ഞു കേട്ടോ, അല്ലെങ്കിൽ മൊത്തത്തിൽ വെട്ടിക്കളയും. ഞാൻ അതുകൊണ്ടല്ലോ ഇടക്കിടക്ക്. ഞാൻ നമുക്ക് ഇവന്റ് നടക്കുന്നത് മാർക്ക് ചെയ്തോ. ഓക്സ്ഫോർഡിന്റെ അകത്ത് 846 ഇല്ലേ? ഇവിടെ നടക്കുന്നത് ഒരു റേസിംഗ് അല്ല. അപ്പൊ എല്ലാരും നീറ്റ് ആയിട്ട് വരാൻ നോക്കുക മാക്സിമം. ചന്ദ്ര ഓർമ്മ ഉണ്ടോ നോർത്തേൺ ലൈറ്റ്സ് നമ്മളിപ്പോ പോകുന്ന വണ്ടി ഡിസൈൻ ചെയ്തായിരുന്നു? നിനക്ക് ഓർമ്മ ഉണ്ടോ? ആ സമയത്ത് ലാസ്റ്റ് ബാക്കി വന്ന 3 ലെറ്റർ എടുത്ത് മണ്ടയിൽ വെച്ചത് എന്റെ ഐഡിയ എങ്ങനെയുണ്ട്? അടിച്ചപ്പോ പ്ലാസ്റ്റിക് പ്രിന്റ് ചെയ്ത് വെച്ചപ്പോ കൂടുതലായി പോയി മതി. അത് എവിടെ വെക്കണമെന്ന് അറിഞ്ഞൂടാ. ഞാനാണ് പറയുന്നത് വണ്ടിക്ക് മേലെ ഇങ്ങനെ അടുക്കി വെക്കാൻ. നോക്കണ്ട മോളി നോക്കിയേ. ഈ വണ്ടിയുടെ ലോഞ്ച് വീഡിയോ ഗാലക്സി കാണുന്നുണ്ടോ? അണ്ണാ അത് നോർത്തേൺ ലൈറ്റ്സ് ഇല്ലല്ലോ. നമുക്ക് രണ്ടേ ഉള്ളൂ. പിന്നെ ഈ ചന്ദ്രബോസ് ഈ വണ്ടിയിൽ വേറൊരു ഹൈലൈറ്റ് ഡ്രൈവർ സീറ്റ് എന്ന് പറഞ്ഞ ഡ്രൈവർ സീറ്റ് എന്ന് പറഞ്ഞ അല്ലേലും പവറുണ്ട്. ഈ സെർവറിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. എടുത്തു അപ്പുറത്ത് നമ്മൾ കുറച്ചൊന്ന് അനക്കണം, എന്നാലേ അത് വരത്തുള്ളൂ. എണ്ണ അടിച്ചാ കുറച്ച് അനക്കണം. സൂപ്പർ പാപ്പ സൂപ്പർ. ഇപ്പൊ എങ്ങനെയുണ്ടാ പാപ്പ? ആ റെഡി. എന്താടാ ബാബു, നീ എന്താ പരസ്പരം എന്തല്ല സംസാരിക്കണേ? ഓക്കെയാണ്. പനി ഉള്ളതുകൊണ്ട് ഇത്തിരി കഫ് സിറപ്പ് കൂടുതൽ കുടിച്ചേ. ആണല്ലേ? കഫ്സിറപ്പല്ലേ? അതെ അതെ, നല്ല കിക്കുണ്ട്. മൊള്ളിക്ക് കൊണ്ടുവരുന്ന കുപ്പി പാതിയായ കുഴപ്പമുണ്ടോ? എന്തോ? അല്ല, മൊള്ളി കൊണ്ടുവരുന്ന കുപ്പി പാതിയായ കുഴപ്പമുണ്ടോ? മൊള്ളി ചന്ദ്രബോസിന്റെ ഈ ഡിസൈൻ കണ്ടോ? മൊള്ളി വണ്ടിക്ക് മേലുള്ള ആ TV എഴുതിന്റെ അടിയിലൊരു മാരിയുടെ ഡിസൈൻ കണ്ടായിരുന്നോ? മാരിയുടെ ഒന്നുമില്ല ബാബു, അതിനൊന്നും ഈ വണ്ടി തൊട്ട് പറയല്ലേ. സീൻ വണ്ടി. ഈ വണ്ടിക്ക് അതിനൊക്കെ ഫാൻസ് ഉണ്ട് ബാബു. ഗോഡ്സിലേക്ക് മാത്രമല്ല, ഈ വണ്ടിയുടെ പേരിൽ ഇവൻ കുറെ പൈസ നമ്മളെ പറ്റിച്ചിട്ടുണ്ട്. സത്യം, റിയൽ ലൈഫിലും ഗെയിമിലും സത്യം. റിയൽ ലൈഫിലൊക്കെ ആയിരങ്ങളാണ് പറ്റിച്ചത്. മുള്ളി 1000 മാസം കൈവിട്ടില്ല. ഇതാ പറയുന്നില്ല ഞാൻ. കൊറേ ആയേ കാശൊക്കെ കൊറേ ആയി കേട്ടോ. അതെന്ത്
അണ്ണൻ ഈ കളർ അങ്ങ് ബോധിക്കാനുള്ള ഒരു കാരണം ഓർമ്മ എന്താണെന്ന് പറയാമോ? നമ്മള് ഇൻ ഗെയിമില് കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്, മനസ്സിലായ? നമ്മൾ ഇൻ ഗെയിമിൽ ഗോഡ്സിൽ ഇറങ്ങിയപ്പോ ചന്ദ്രൻ വെളിയിൽ ഒരു സ്വിഫ്റ്റ് ഇറക്കിയത് ഓർമ്മയുണ്ട് ഈ വണ്ടി ഇറങ്ങുന്ന സമയത്ത്. സത്യം. നീ ഒരു ഫോർച്യൂണർ ഇറക്കിയായിരുന്നു വാസോന്റെ ഞാൻ വണ്ടി വെച്ച്. ഒന്നും പണിയാൻ പോയില്ല. ആ. അവരൊന്നുമില്ലേ സെക്കൻഡ് ഹാൻഡ് നല്ല വില ഉണ്ടായിരുന്നു കേട്ടോ വെട്ടി വിൽക്കുമ്പോ. ഫോർച്യൂണറൊക്കെ മേടിച്ചവന്മാരുണ്ട് ഇവിടെ. അതെ. ഇതെവിടെ നമ്മളിത് ബാക്കിൽ ആൾക്കാരുണ്ടോ നോക്കണം കേട്ടോ ഇടയ്ക്ക്. EMI ഒക്കെ എടുത്തു കേട്ടോ. നമ്മൾ ഏത് വഴിയാ പോണേ? എന്തൊക്കെയോ കത്തണ കേട്ടാ. ഇല്ല വാസന, ഇത് സർപ്രൈസിന്റെ ഇടയ്ക്ക് കൂടി പോയി കളയില്ല. നമ്മൾ ആ കണ്ടി കിടക്കും ബാക്കിൽ. സർപ്രൈസ് ആ ഫ്രണ്ടില് ഇത് വേണം പറയണ്ട. അണ്ണ എന്തൊരു പോക്കരത്തിനാണ് കാണിച്ചത്. പറയില്ലേ. അണ്ണാ, നമ്മളെ എന്ത് അലൈൻഡ് ആയിട്ട് തോന്നുന്നത് ഇല്ല പറയണല്ലോ ഇതൊക്കെ. ഇത് നമ്മള് ഇതിനകത്ത് റൺവേ കയറിയപ്പോ ശരിയോ കൊച്ചു തെണ്ടി തരും. ഇതൊക്കെ പോക്കരത്തിനല്ലേ ഇതൊക്കെ ആലോചിച്ചു. എന്റെ മാർക്ക് നോക്ക് മാർക്ക്. ഇത് ലോഡാവാൻ ടൈം എടുക്കും. ഒന്ന് ലോഡായോ? എനിക്ക് എനിക്കൊക്കെ ലോഡായി. എനിക്കിവിടെ വരുന്നതിന് മുന്നേ ലോഡായി. ഐറ്റം ഞാൻ അകത്ത് കണ്ട് 30 ലോഡാവുന്നുണ്ട്. ആ ട്രക്ക് ഉണ്ടായിരുന്നു അമ്മ. ആ ട്രക്കാണ് എവിടെയെങ്കിലും കണ്ടോണ്ടോ? ആ ട്രക്കാണ് വേറെ എവിടെയും കണ്ടോണ്ടാ? ഇല്ല. നമ്മുടെ വണ്ടിയുടെ പ്രൊമോയില് നമ്മളെ വണ്ടി കൊണ്ടുവരുന്ന വണ്ടി അതാ. ഓ, കാർണേജ് അതിനെ കൊണ്ടുവന്നോണ്ടിയതാണോ? അതാണോ? സൂപ്പർ. കുഴപ്പമില്ല. പുതിയ വണ്ടി കൊണ്ടുവരണം. അത് ഓക്കെ. ഞാൻ ഓർത്ത് പഴയ കാർണേജ് ഹൈനെയൊക്കെ റിവീൽ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ട്രക്ക് വല്ലതും ആയിരിക്കും. അന്നേരം ട്രക്കില്ല കേട്ടോ, സോറി. ട്രക്കിന്റെ പുറകിൽ ഒരു കഥ ഉണ്ട്. ട്രക്കിന്റെ പുറകില് കഥ ഉണ്ടായിരുന്നു. അതെന്താ പറ്റിയപ്പാ? ഒന്നുമില്ല. പിന്നെ പറയാം. പിന്നെ അതേപോലെ നമ്മുടെ ആൾക്കാര് സെറ്റായോ? ഇല്ല ആൾക്കാർ എത്തിയിട്ടില്ല. റൈഡുകൾ എല്ലാരും ഇല്ല. റെസ്പോണ്ട് ചെയ്യണ വന്നില്ലെന്നെങ്കിലും അല്ല വരാത്തവന്മാരെങ്കിലും പറയും. ഇവിടെ കുറെ ആരും ഒന്നും മിണ്ടണല്ലോ. ഞാൻ കണ്ട കുറെ പേരോട് ചോദിക്കണ്. ഒരു വണ്ടി ഡോറൊക്കെ ഇടിച്ചു പൊളിച്ചു വരണം. വരുന്നുള്ളൂ വണ്ടിയെല്ലാം വരുന്നുള്ളൂ. വരുന്നുള്ളൂ. വരട്ടെ. ബസ്സിലാ ആ ബസ് ഇനിയുള്ളവരെ വലിച്ചിട്ട് കേട്ടാ. അപ്പൊ കുറച്ചുപേര് ബസ്സിൽ വന്നവർ എത്തിയില്ല കേട്ടോ. ഗേൾസ് കുറച്ച് ഭാഗങ്ങളൊക്കെ എനിക്കറിയാം. ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കുറച്ച് ഭാഗങ്ങൾ എല്ലാരും നടന്നു. നല്ല ഡ്രോപ്പ്. അപ്പൊ ഗൈസ് ആർ യു റെഡി? ഇവിടെ വേറെ വല്ലതും ലോഡാ വേണ്ട. ഇല്ല ഇവിടെ വല്ല വണ്ടി വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഈ ബിൽഡിംഗ് ആണോ? ഇവിടെ വണ്ടിയൊന്നും ഇല്ലല്ലോ. ഈ ബിൽഡിംഗ് ആണോ? എടാ തട്ടത്തില് നീക്ക ചൂടെ പയ്യവാ. ചില്ലായിട്ട് വാടാ പയ്യവാ. പാട്ട് സൗണ്ട് കുറച്ച് വിട്ടുക. സൗണ്ട് കുറച്ച് വിട്ടു പാട്ട്. ഒരു വണ്ടി ആളും കൂടെ വരാണ്ടെന്ന് പറയുന്നു. സോ ഗൈസ് അപ്പൊ നമുക്ക് തുടങ്ങാം. ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ തുറന്നോ? സാധാരണ നിങ്ങളെല്ലാം പോസ്റ്റേഴ്സ് അല്ലേ കാണുന്ന എല്ലാ വട്ടം. ഈ വട്ടം ഭിത്തിയിൽ ഒരു വീഡിയോ ഒക്കെ കയറ്റി നമ്മള് എല്ലാരും
ഗ്ലോബ് ഉണ്ട് അപ്പുറത്തായിട്ട്. എടേ എല്ലാ സിറ്റുവേഷൻസും എല്ലാ വട്ടം നമ്മള് ഫോട്ടോ അല്ലേ വെക്കണം. ഈ വട്ടം ഒരു വീഡിയോ അടിച്ചാൽ കയറ്റി. ഇതില് കൊറേ മെമ്മറീസ് സൗണ്ട് ഉണ്ട് കുറച്ച് കേട്ടോ ഇതില്. കുറയ്ക്കണം. സൗണ്ട് കുറച്ച് കുറയ്ക്കണം. ഇല്ലാത്തത് പണ്ട് നമ്മളായിരുന്നു വാ ബോയ്സ്, വാ വാ വാ. പോയി പോയി ഫോട്ടോ ഫോട്ടോ ഏട്ടാ മുള്ളി വാ എടുത്ത് പറഞ്ഞല്ലോ ഫോട്ടോ ഇല്ലെന്ന്. ഓർമ്മയുണ്ടല്ലോ ഞാൻ കൂടുതലൊന്നും നിങ്ങളെ ഇതൊന്നും മുള്ളി ഉള്ള കാര്യം മുള്ളി ഈ വണ്ടി കാണുമ്പോ എനിക്ക് മുള്ളി ചിരി വരും മുള്ളി. എനിക്ക് പല ഇതിലല്ലേ ശബ്ദം മുള്ളി? ഓർമ്മ വരും. അല്ല മുള്ളി എനിക്ക് ഇത് കാണുമ്പോ മുള്ളി കാറിൽ ഓമ്പിച്ചതാണ് എനിക്ക് അത് പറയട്ടെ ഇവിടെ. സത്യമല്ലേ? ഞാൻ തുറക്കാം. അത് കഴിഞ്ഞുള്ള നമ്മളെ ഗ്യാങ് വണ്ടി. പിന്നെ വണ്ടി ഇത് ഗോളാണ് വസന് മനസ്സിലായാ? പിന്നെ അല്ല നീ നോക്കടാ, ഇതൊന്നും അല്ല വേറൊരു സാധനം ദേ ഇവിടെ കിടപ്പുണ്ട് നോക്ക്. എന്റെ അമ്മോ, എന്തൊക്കെ പറഞ്ഞാലും ഈ വണ്ടിക്കുള്ള ഓറയുണ്ടല്ലോ അത് വേറെ ഒന്നിനും ഇല്ല. ഇതൊരു സാധനമായിരുന്നു ഇത്. നമുക്ക് ഈ വണ്ടി റെഡിയാണ് പറയണേ. റെഡിയാണ് തുറക്കട്ടെ. മാളക്കുട്ടി മാളിക്കുട്ടി തന്ന വണ്ടി. ഈ വണ്ടിക്ക് ഒരു പ്രത്യേക ഓറയായിരുന്നു ബാബു. ഇതൊരു ഒന്നൊന്നര സാധനമായിരുന്നു. നമ്മൾ എത്ര സിറ്റുവേഷനുകളിൽ അങ്ങോട്ട് കേറി നിക്കണ്ട, അങ്ങോട്ട് കേറി എനിക്ക് തെഞ്ഞു മാറും. അപ്പൊ വാ വാ നമുക്ക് തുറക്കാം കേസ് വാ. ഓക്കെ തുറക്കണേ. ആ തുറ. ഇവിടെ നമ്മുടെ കുറച്ച് പഴയ ഗ്യാങ് ഡ്രസ്സുകളെല്ലാം നമ്മളിവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാം കേറി നോക്കാം. ഗ്യാങ് ഡ്രസ്, ഗ്യാങ് ഹുഡീസ്. നമ്മളിപ്പോഴത്തേക്കാ കുട്ടി. ഓ ഇതേം തൊട്ട് മുന്നത്തത്. അതെ നമ്മൾ ഈ കളറിലാണ് നമ്മൾ എക്സലൻസ് കെയർ ചെയ്തല്ലേ അവസാനം. അഭിപ്രായം പറയട്ടെടാ. എന്റെ അഭിപ്രായത്തില് വേറെ കാര്യം പറയാം. ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്ന ഡ്രസ് ഇതാണ്. ഓഡിയൻസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടായിരുന്ന ടിവിയുടെ ഗ്യാങ് ഡ്രസ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ബ്ലാക്ക് ആൻഡ് റെഡ് ബ്ലാക്ക് ആൻഡ് റെഡ് ആണ് ഓഡിയൻസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്ന് വോട്ട് ചെയ്ത സാധനം. മാറ്റങ്ങൾ അനിവാര്യമായതുകൊണ്ട് നമ്മൾ മാറ്റിയതേ ഉള്ളൂ. വേറെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ഗ്യാങ് ഡ്രസ് ഇതായിരുന്നു. ഇത് ചന്ദ്രൻ സെലക്ട് ചെയ്ത കളറാണ്. ചന്ദ്രന്റെ ചന്ദ്രന്റെ പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്കന്ന് വേറെ കളർ തരൂലെന്ന് പറഞ്ഞു. അതെ ലാസ്റ്റില് നമുക്ക് കളറായി ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇത് നമ്മളെ ഭയങ്കര ഹൈപ്പോടൊക്കെ ലോഞ്ച് ചെയ്തത്. എന്നിട്ട് നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്ത് മള്ളിയായിരുന്നു. അതെ അതെ സത്യം. അവരെയല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത്. ഇനി എങ്ങോട്ടാ? ആരും കാണാത്തൊരു വഴി. തോന്നുന്ന ഗേറ്റ് വഴിയാണ്. എടാ എല്ലാരും ഒരു കാര്യം ചെയ്യാവടാ, ജസ്റ്റ് ഒന്ന് അലൈൻഡ് ആവാൻ പറ്റുമോ? നമ്മളിങ്ങനെ പോകുന്നത് ഒരു എന്താ പോലെ. ഇനി എങ്ങോട്ടാ? അങ്ങോട്ട് എന്നെ വിടുവോ അകത്തോട്ട്? ഇങ്ങോട്ട് ഉള്ളിൽ ഇങ്ങോട്ടല്ല അങ്ങോട്ട് ഇവിടെ വന്ന വഴി അവസാനം എന്തെങ്കിലും ഓർമ്മകളൊക്കെ പങ്കുവെക്കുകയാണെങ്കിൽ പങ്കുവെച്ചോട്ടോ. ഓരോ വണ്ടി കാണുമ്പോൾ കൊറേ ഓർമ്മ. ആ ഓർമ്മകളൊക്കെ ഇവിടെ പങ്കുവെച്ച് നിങ്ങൾ അകത്ത് പോയി ഡ്രസ്സൊക്കെ വേണമെങ്കിൽ കണ്ടോളൂ. അകത്ത് നമ്മുടെ ഡ്രസ് പണിതവർക്ക് പോലും വഴി അറിഞ്ഞു. ഈ വണ്ടീന്റെ വീഡിയോ ആണോ മോളി കാണിച്ചില്ലല്ലോ.
അല്ല ഗൈസ് ബി റെഡി ഫോർ ദ ബ്ലാസ്റ്റ്. 19 minutes 19 മിനിറ്റ്. ഞാൻ ബേസ് ക്യാമ്പ് കോപ്പി ചെയ്യേ. ബേസ് ക്യാമ്പ് നാളെ കണ്ടാ മതി നിങ്ങൾ കേട്ടോ. ബേസ് ക്യാമ്പ് കോപ്പി ചെയ്യേ. 19 മിനിറ്റ് നിങ്ങൾ എൻജോയ് ചെയ്യണം ഇതിന്റെ ഫുൾ സ്ക്രീൻ. ഓ ഇത് വഴി ഇവിടെ വഴിയുണ്ട്. ഓ വസന്ത വണ്ടികൾ. നമ്മുടെ വസന്ത ഐക്കോണിക് 3 വണ്ടികൾ. ഓ ഏതാ 3 അല്ല 2 ഉള്ളു കേട്ടാ. ഇല്ല 2 ബാക്കി 2 സെയിം. മരതകോ ഹർലരും ഇവിടെ നമ്മുടെ മറ്റേ പരിപാടി ഇവിടെ അല്ലേ? അല്ല അതല്ല മറ്റേ ലോഗോ മേലോട്ട് പറഞ്ഞിരുന്നു ലോഗോ. ആകാശത്തോട്ട് നോക്കണേ. ഒന്ന് ആകാശത്തോട് നോക്കണേ ആകാശത്തോട് നോക്കണേ എല്ലാരും. വണ്ടിയുടെ മുകളിലെ വണ്ടിയാ ഇത് നമ്മുടെ പുതിയ ലോഗോ. വണ്ടിയുടെ നേരെ മുകളിലോട്ട് നോക്കണം. നേരെ മുകളിലോട്ട് നോക്കണേ. ഓ കണ്ടു ഇത് നമ്മുടെ സെക്കൻഡറി ലോഗോ ആയിട്ട് നമ്മുടെ വേർഷൻ ലോഗോ ആയിട്ടൂടെ വരും കേട്ടാ. ഇത് തക്കുടുവാവ അതുപോലെ തലവെട്ട് അതുപോലെ ലോകം എന്നുള്ളൊരു ഇതായിട്ട്. അപ്പൊ നമുക്കിനി അധികം വെച്ച് താമസിപ്പിക്കണ്ട. 12:28 നമുക്കപ്പൊ തുടങ്ങാം. എടാ ഞാനൊരു കാര്യം പറയാം. ഇവിടുത്തെ തിയേറ്ററിൽ കാണിക്കുന്നില്ല. നമുക്ക് ആ വീഡിയോക്ക് അത്രയും ക്വാളിറ്റി ഉള്ളത് കൊണ്ട് നമുക്കിത് പുറത്തേ കാണിക്കുന്നുള്ളൂ. അപ്പൊ എല്ലാരും ഒന്ന് ഡിസ്കോഡ് വരണം. ഓക്കെ ചെയ്തത് റക്സ് എന്ന് പറഞ്ഞ ടീമാണ്. അവരുടെ ആദ്യത്തെ വർക്ക് ചെയ്ത് കൂടാ അല്ല ആദ്യത്തെ വർക്കല്ല. അതായത് നമ്മുടെ തന്നെ മാപ്പ് ഡെവലപ്പേഴ്സ് ഉണ്ടല്ലോ, അവരുടെ സംരംഭത്തിന്റെ പേരാണ് റെക്സ്. അവർ പുതുതായിട്ട് തുടങ്ങിയ സംരംഭമാണ്. ആ സംരംഭത്തിന്റെ ആദ്യത്തെ വർക്കാണ്. ഓ താങ്ക് യു ടീം റെക്സ്. പുറത്തല്ല അകത്ത് തന്നെ ഫുൾ ആൻഡ് ഫുള്ളി ഇതിന് വേണ്ടിയിട്ട് നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അവര് 1 മാസത്തിന് മേളില് ബാക്കി എല്ലാ വർക്കുകളും ഹോൾഡ് ചെയ്തിട്ട് ഇതിന്റെ പുറകിലായിരുന്നു. താങ്ക് യു സോ മച്ച് റെക്സ് ടീം. ഇതൊരു തിയേറ്റർ ആണ് ആക്ച്വലി കേട്ടാ. ഇത് അവര് ആ സൗണ്ട് ഫീൽ നമുക്ക് കിട്ടാൻ വേണ്ടിട്ട് അത്ര അടിപൊളിയായിട്ടാ ചെയ്തേക്കുന്നത്. ഇത് കണ്ടാ നിങ്ങള് ഫ്രണ്ടും അല്ലല്ല പുറത്ത് കാണാടാ. കാരണം എനിക്ക് FPP ഇട്ട് ഗ്ലാസ് വന്നോണ്ടിരിക്കും മറ്റേ. അതായത് ഇവിടെ കാണിച്ചിട്ട് വണ്ടി കാണിക്കുന്നു റിവീൽ ചെയ്യുന്നു, അതോ വണ്ടി റിവീൽ ചെയ്തിട്ട് ഇല്ല ഞങ്ങൾ ആ ഫുൾ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പുകുട്ടാ എല്ലാരും ഒന്ന് ഡിസ്കോഡ് വരുമോ? ഒന്നിവിടെ ഇരുന്നിട്ട് പോവാം, ഒന്ന് അലൈൻഡായിട്ട് ഇരുന്നിട്ട് പോവാം, അല്ലെങ്കിൽ അലമ്പാവും നമ്മള് വരുമ്പോ. എല്ലാരും ഇരുന്നോ. കേറിയിട്ടൊന്ന് സാവേജ് പക്ക എടാ എല്ലാരും വീശുവാ. മഞ്ഞിൻ കടന്നവളെ നീ പൂനുള്ളാൻ വരുന്നതല്ലേ. ഹലോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. എന്റെ കയ്യിലുണ്ട്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാവേ. മറ്റേ കുറച്ച് ഗേൾസിലെ അവരും കൂടെ ഡ്രാഗ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. ഒന്ന് ഡ്രാഗ് ചെയ്തേക്ക്. അതാരാ അത്? കെട്ടി കൊച്ചളാന. കുറുപ്പിനെ ഇവനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തിന്റെ അവരൊക്കെ ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ വിസി അല്ലേ ഇത്? ഓക്കെ അപ്പൊ ചാറ്റ് സ്റ്റിക്കറുള്ളി മാറ്റടാ. ചാറ്റ്
നിക്ക് ഞാൻ മാറ്റാം, വെയിറ്റ് ചെയ്യും. ഇമോട്ടറിൽ മാറ്റുവാണ് ഞാൻ ചാറ്റ്. ഗൈസ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം. ഇപ്പം എല്ലാരും വേണ്ടി ഡിസ്കൗണ്ടിലാണ്, ഞാൻ നിങ്ങളെ ട്രാക്ക് ചെയ്തിടാം. സംസാരിക്കില്ലേ പാപ്പ? You got a message from Apakutan. ചന്ദ്ര ഇത് മൊത്തം ഞാൻ നോക്കി, പക്ഷെ എന്താ കിട്ടുന്നില്ല. പിന്നെ അണ്ണ വന്നിട്ട് ലൈവ് പോയെന്ന് ചിലര് പറയും. ഇല്ലടാ ചില്ലാവടാ. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ മൊത്തം പ്ലാൻ പോയി. നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എടാ നിനക്കത് കിട്ടിയാ? ചന്ദ്ര കുറച്ചുകൂടി സമയം വേണം നമുക്ക്. എടാ നമ്മുടെ എത്ര സമയല്ല, പെട്ടെന്ന് സെറ്റ് ചെയ്യാവോ? ചന്ദ്ര നമുക്ക് ഏകദേശം കിട്ടി. നമ്മൾ അവരുടെ സിഗ്നൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. എടാ പറ്റുന്ന പോലെ സെറ്റ് ആക്കി, കുറച്ച് ഇമ്പോർട്ടന്റ് ആണത്. എടാ നീയൊക്കെ എവിടെ പോയി കിടക്കാറുന്നടാ? ഒരു പണി ഏൽപ്പിച്ച് കിട്ടിയല്ലേ? എന്താണ് നിങ്ങളിങ്ങനെ വെറുതെ പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാ? നിങ്ങൾ എവിടെ പോയി കിടക്കണായിരുന്നു? ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടായിരുന്നാ? കിട്ടിയെന്ന് തോന്നുന്നത് മെയിൻ സിറ്റി എയർപോർട്ട് ഏരിയയിലാണ് കാണിക്കുന്നത്. I think someone will come for this. We need to be a little more careful. You don't have to worry about that. We got the beast here. So, it's time.
അണ്ണാ ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ സിമ്പിൾ പരിപാടിയല്ല, ഇത് കുറച്ച് ഹെവി പരിപാടിയാണിത്. അവന്മാരുടെ കയ്യിൽ നല്ല ഹെവി ആർമഡ് വെഹിക്കിൾസും സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. നമുക്ക് ഇച്ചിരി പാടാണ് അതിന്റെ ഇടയ്ക്ക് വരെ അത് എടുക്കാന്ന് പറയുമ്പോ. അല്ല അണ്ണാ, നമ്മളൊരു വണ്ടി കൊടുത്തായിരുന്നല്ലോ, അതിന്റെ കാര്യം എന്തായി? സാർ ഇത് ഗാരേജിൽ നിന്നാണ്. അപ്പോ നിങ്ങൾ പറഞ്ഞ പോലത്തെ ഒരു കാറ് മേക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മള് കൊറേ നോക്കി വെക്കും സാർ. കാറില്ലാതെ ഒരു പരിപാടി നടക്കില്ല വാസുമോനെ. അതെന്തായാലും വേണം. നിനക്ക് അറിയാലോ ഇത് എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് മനസ്സിലായി. പക്ഷെ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല സാർ, സോറി. ഇനി ഞാൻ എന്ത് ചെയ്യും? അണ്ണാ നമ്മുടെ കുറച്ച് പിള്ളേരുണ്ട്. നിന്റെ ഉണ്ടോ ആൾക്കാര്? 100% പ്രൊഫഷണൽ പിള്ളേരെണ്ണാ. എല്ലാരും ബാഗും സെറ്റാക്കി. സാർ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ സെക്യൂരിറ്റി ഗേറ്റ് ആരോ ക്ലോസ് ചെയ്ത് വരുന്നുണ്ട്. What the hell you guys planning? ചന്ദ്രു,
How is it possible, man? സാർ അവർ ആ ബ്ലാസ്റ്റ് വഴി നമ്മുടെ വണ്ടി ഹീറ്റ് ചെയ്തു. ആ ഹീറ്റ് ഫുള്ളും നമ്മുടെ വണ്ടി അബ്സോർബ് ചെയ്തു. എന്നിട്ട് വേറെ ഏതോ ഒരു വലിയൊരു ആർബിൾ വെച്ചിട്ട് നമ്മുടെ വണ്ടിയെ ഒന്നിരിച്ചു. Then boom. I think they got something big, sir. അങ്ങനെയാണെങ്കിൽ അവർക്ക് അത് ഒരിക്കലും തെറ്റാൻ പാടില്ല. അതിന് വലുതാണ് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. So we have to stop them. Come on. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ഒരു ചെറിയ ഐറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് അത്യാവശ്യം പവർഫുള്ളാണ്, ഒരു ഗോഡ്സില്ല പോലെ. ప్రతిరోజు పరుగేలే వేగాన్నే శ్వాసిస్తూ
எதிர்பார்க்கல, நான் திரும்ப வருவேன் எதிர்பார்க்கல, அதுவும் இப்படி வருவேன் எதிர்பார்க்கல. ജനങ്ങൾ മുഴുവനും നിനക്ക് വേണ്ടി ആർപ്പുളിക്കണം. എല്ലാവരുടെയും കണ്ണുകളിൽ നീ മിന്നി മിന്നി തിളങ്ങണം. ഇവന് തളർത്താൻ എന്താ ഒരു വഴി? തളർത്താൻ Here we go, guys. നിങ്ങൾക്ക് കുറെ സംശയങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ആൻഡ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ ഗൈസ് ലിറ്ററലി ഇതൊരു 3 വണ്ടിയാണ്. 3 വണ്ടി എന്ന് പറഞ്ഞാൽ ഇതില് ഒരു വണ്ടി എന്ന് പറയണത് 2 4x4 നിങ്ങൾ കണ്ടതാണ്. ഒരെണ്ണം ലിഫ്റ്റഡ് ആ വണ്ടി, ഒരെണ്ണം കംപ്ലീറ്റ്ലി ലിഫ്റ്റഡും ഓഫ് റോഡ് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു വണ്ടിയാണ്. മനസ്സിലായോ? സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളത് സിറ്റിയിൽ കൊണ്ടുവരും. അതാണ് നമ്മുടെ പ്ലാൻ ഇപ്പൊ കറന്റ്ലി. ആൻഡ് നിങ്ങളുടെ ഞാനൊരു പ്രോമിസ് തന്നായിരുന്നു, ഇതിന് മുകളിൽ ഒരു റിവീൽ കോണ്ടന്റ് എന്ന് പറയുന്ന സാധനമില്ല. ഷൗട്ടെക്സെ മോനെ പറയാൻ എനിക്ക് വേറെ വാക്കൊന്നും ഇല്ല. ഷൗട്ടെക്സ് എനിക്ക് ഈ വീഡിയോ ഞാനിപ്പോ 4ാമത്തെ തൊട്ടാ കാണണം, എന്നിട്ട് എനിക്ക് രോമാഞ്ചം. വണ്ടി കാണാത്ത മൈക്കോടൊക്കെ എന്താ അഭിപ്രായം അല്ലേ? നിങ്ങൾ കാണാത്തൊരു കുറെ ഉണ്ടല്ലോ വണ്ടി. നമ്മളെ കണ്ടതാ. എല്ലാരും കണ്ടായിരുന്നോ? ഹേലി നമ്മള് പയ്യെ കൊണ്ടുവരുന്നുള്ളൂ. ഹേലിയിൽ ഒരു ചെറിയ ഒരു ഇതുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി ഡിലേ ആക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഹേലി ഞാൻ ഇതാക്കുന്നത്. ആൻഡ് ആസ് ഹി പ്രോമിസ്ഡ്, SXG never gonna disappoint you guys. എന്റെ പൊന്നോ, എനിക്കൊന്നും പറയാനില്ല. അപ്പൊ നമുക്ക് നേരെ വണ്ടി കാണാമല്ലോ. നമുക്ക് കയറി ഡീറ്റെയിൽഡ് ആയിട്ട് വണ്ടി കാണാം. നിങ്ങളെല്ലാം ഞങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് വണ്ടി കാണിക്കാം. ആൻഡ് നമുക്ക് നേരെ സിറ്റിക്കകത്തോട്ട് പോവാം. സിറ്റിയിലോട്ട് വാ. ഗൈസ് അമ്പത്തൂരും എല്ലാവരുടെ ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക് ഉണ്ട് ഇവിടെ ഇതിനകത്ത്. സോ വണ്ടി ഞാൻ നിങ്ങളെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നേരിട്ട് കാണിച്ചു തരാം. എവിടെയാ വണ്ടിയൊക്കെ എവിടെയാ? വന്നാ